ഇനി നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് പറയാം കേട്ടോ. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനൊരു നിർവചനം നോക്കാം. പലയിടത്തും പല രീതിയിൽ പറയുന്നുണ്ട്. ക്ഷതത്തെ ഇല്ലാതാക്കുന്നത് എന്തോ, ക്ഷയത്തെ ഇല്ലാതാക്കുന്നത് എന്തോ, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. അതായത് ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വ്യഥകൾ ഇതിനെല്ലാം ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയാറുണ്ട്. പിന്നെ ക്ഷേത്ര എന്നുള്ള വാക്കിനെ, സംസ്കൃത വാക്കിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ശരീരം എന്നാണ്. അതേപോലെ തന്നെ സ്ഥലം എന്നുള്ള അർത്ഥത്തോട് കൂടിയിട്ടും പല ഗ്രന്ഥങ്ങളിലും കാണാറുണ്ട് കേട്ടോ. അതായത് ഭഗവാനെ ഒരു ദൈവിക രൂപം നൽകി, ശരീരം നൽകിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഇത് വലിയ വലിയ രീതിയിലൊക്കെ ഡെഫിനേഷനൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെ ക്ഷേത്രത്തെ മനസ്സിലാക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ക്ഷേത്രം, അതിന് നമ്മുടെ ഒരു ഗൃഹമായിട്ട്, നമ്മുടെ വീടായിട്ടൊന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യുക. ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ, അതൊരു വശമാണ്. എന്നാലും നമുക്ക് മനസ്സിലാകാനായിട്ട് ചെറിയൊരു കമ്പാരിസൺ അങ്ങനെ വിചാരിക്കാം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീടാണ്. അതേപോലെ തന്നെ ഭഗവാൻ താമസിക്കുന്ന സ്ഥലം, അത് ഭഗവാന്റെ വീടാണ്. ആ സങ്കല്പത്തിലെടുക്കുക. അപ്പോൾ ഭഗവാന്റെ വീടാണ് അല്ലെങ്കിൽ ഭഗവാന്റെ വാസസ്ഥലമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ താമസിക്കുന്ന വീടാണ്, അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ സാമാന്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട്, പാലിക്കേണ്ട കുറച്ച് കടമകളൊക്കെ ഉണ്ട്, കുറേ ചിട്ടകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോ ഏതെങ്കിലും പരിചയക്കാരുടെ വീട്ടിലേക്കോ കയറി ചെന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ചെന്ന ഉടനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചെരുപ്പ് പുറത്ത് ഊരിട്ട് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, ഓടിച്ചെന്ന് എല്ലാ മുറിയിലും പോയിട്ട് തിരഞ്ഞു നോക്കുക, അവിടെ പോയിട്ട് ചാടി കയറിയിരിക്കുക, അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അതാരും ചെയ്യില്ല കേട്ടോ. ഒരു ഉദാഹരണത്തിന് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണേ. അവരോട് ചെല്ലും, അവിടെ നിന്നിരിക്കും. ആദ്യത്തെ മര്യാദകളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇരിക്കുമെന്ന് പറയും, കുടിക്കാൻ ചായയോ കാപ്പിയോ തരും, നമ്മളത് കുടിക്കും. പിന്നെ വിശേഷങ്ങളൊക്കെ പറയും. നമ്മളൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ പുതിയ വീടുകളൊക്കെയാണ്, അല്ലെങ്കിൽ കുറേ നാളുകളൊക്കെ ആയിട്ടാണെങ്കിൽ ആ വീടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അവിടുത്തെ ഗൃഹനാഥരെ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും, വീട്ടിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ടുപോകും. ഇതാണ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് എല്ലാ റൂമിലും പോയി കയറി അവിടെ കട്ടിലുമ ചാടി കയറി തോന്നിയ പോലെ ലൈറ്റ് ഇട്ടു അവിടെ ഓരോന്നൊക്കെ വെച്ച് തേച്ചു അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ ഓരോരോ രീതികളുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെയുള്ള ആൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാവരും ചെയ്യുള്ളൂ. അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമസ്ഥന് അത് ഇഷ്ടാവുമോ? ഒരിക്കലും ഇഷ്ടാകില്ല. അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം, ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ആരാണോ അവിടുത്തെ മൂർത്തി, അവരുടെ വീടായിട്ടാണ് പറയുക.